ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 239/2023. ആ കാറ്റഗറിയിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. LGS പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, 2021. മൂന്നാമത്തെ ചോദ്യം, വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ എ ആണ് ജോൺ ഡാൾട്ടൺ. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. നാലാമത്തെ ചോദ്യം, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 2019 ജൂലൈ 22 കേട്ടോ. ഓപ്ഷൻ സി ആണ്. 22 ജൂലൈ 2019 ആണ് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്നാണ്. 22 ജൂലൈ 2019. ഓപ്ഷൻ സി ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25 കേട്ടോ. 1950 ജനുവരി 25. ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? നിർമ്മല സീതാരാമൻ തന്നെയാണ് കേട്ടോ, നിർമ്മല സീതാരാമൻ അവർ തന്നെയാണ്. ഏഴാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ സി സംവാദ് കൗമുദി കേട്ടോ, സംവാദ് കൗമുദിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ശ്യാം ശരൺ നേഗി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പത്താമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ ബി ആണ് ബാലഗംഗാധര തിലകൻ. 11ാമത്തെ ചോദ്യം, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? ഓപ്ഷൻ ഡി കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടകത്തിലാണ്. 12ാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. 13ാമത്തെ ചോദ്യം, ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ, ഡെക്കാൻ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി. ഓപ്ഷൻ ബി ആണ് കാവേരി കേട്ടോ, കാവേരി. 15ാമത്തെ ചോദ്യം നോക്കാം. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണം ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത കേട്ടോ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? കാരക്കോറം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ബി കാരക്കോറം. 17ാമത്തെ ചോദ്യം, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ ആണ്. 18ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കേട്ടോ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. 18ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ. ഓപ്ഷൻ എ മുംബൈ ഹൈ. 20ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഗോദാവരി കേട്ടോ, ഗോദാവരി. ഓപ്ഷൻ ഡി ആണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. 21ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഓപ്ഷൻ ബി
ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 22ാമത്തെ ചോദ്യം, ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. നമുക്കറിയാം, എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തിലൂടെ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. 23ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 51A. 24ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഈ 4 ഓപ്ഷനും ഇപ്പോൾ തെറ്റാണ്. ഇപ്പോൾ വി ഹരി നായരാണ് കേട്ടോ. വി ഹരി നായരാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 25ാമത്തെ ചോദ്യം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ആര്? സുപ്രീം കോടതി കേട്ടോ. ഓപ്ഷൻ ഡി സുപ്രീം കോടതി. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി. 28ാമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. 29ാമത്തെ ചോദ്യം, വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി കേട്ടോ. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 30ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് കേട്ടോ. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 31ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കിയ ചോദ്യമാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാര്? ഇത് അല്ലാത്തതാരെന്നുള്ളത് ഇത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. കാരണം ഇതിൽ ആൻസർ ഇല്ലാത്ത ആരാണ് ക്യാൻസലാക്കിയത് കേട്ടോ. 32ാമത്തെ ചോദ്യം 31ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കിയ ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? നമുക്കറിയാം, അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. 33ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏതു രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി അമേരിക്ക. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? മദ്രാസ് ലേബർ യൂണിയൻ ഉണ്ട്, AITUC ഉണ്ട്, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം കേട്ടോ. ഇവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 35ാമത്തെ ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ കേട്ടോ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ് കേട്ടോ. കോത്താരി കമ്മീഷൻ. ഓപ്ഷൻ സി കോത്താരി കമ്മീഷനാണ്. 37ാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ് കേട്ടോ. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. 38ാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോൻ്റെയാണ് കേട്ടോ. ഓപ്ഷൻ എ VP മേനോൻ. 39ാമത്തെ ചോദ്യം, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി 5 IITകൾ. 40ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമേത്? ലളിതകലാ അക്കാദമിയാണ് കേട്ടോ. ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമി. 41ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓപ്ഷൻ ബി
ആഞ്ചലോസ് ഫ്രാൻസിസ്. 42ാമത്തെ ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? 1859 ഓപ്ഷൻ ബി ആണ് ആൻസർ, 1859. 43ാമത്തെ ചോദ്യം നോക്കാം. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. സർവമത സമ്മേളന സമയത്ത് പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. 44ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെയാണ്? കെ കേളപ്പൻ. ഓപ്ഷൻ എ, കെ കേളപ്പൻ. 45ാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം. 46ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻ എ ആണ്, മലയാളി മെമ്മോറിയൽ. 47ാമത്തെ ചോദ്യം, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ സി, എ വി കുട്ടിമാളു അമ്മ കേട്ടോ. ഓപ്ഷൻ സി, എ വി കുട്ടിമാളു അമ്മ. 48ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂരാണ്. ഓപ്ഷൻ ബി, പയ്യന്നൂർ. 49ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 50ാമത്തെ ചോദ്യം, കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി കേട്ടോ. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏതാണ്? ഇടുക്കി. 52ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? പി രാജീവാണ് കേട്ടോ. പി രാജീവ്. 53ാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഗോദവർമ്മ രാജ. ഓപ്ഷൻ ഡി, ഗോദവർമ്മ രാജയാണ്. 54ാമത്തെ ചോദ്യം നോക്കാം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ചിന്നാർ. ഓപ്ഷൻ ബി, ചിന്നാർ. 55ാമത്തെ ചോദ്യം, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? പുനം കൃഷിയാണ് കേട്ടോ. ഓപ്ഷൻ സി, പുനം കൃഷി. 56ാമത്തെ ചോദ്യം, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാറാണ് കേട്ടോ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതാണ്? മീനച്ചിലാർ. 57ാമത്തെ ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ചക്ക കേട്ടോ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? ചക്ക. 58ാമത്തെ ചോദ്യം നോക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 58ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. 59ാമത്തെ ചോദ്യം നോക്കാം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിന് തെളിവുകൾ നൽകിയത്? പറവൂരാണ് കേട്ടോ. ഓപ്ഷൻ സി, പറവൂർ. 60ാമത്തെ ചോദ്യം, 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? പുല്ലൂരാമ്പാറ കോഴിക്കോട് കേട്ടോ. കോഴിക്കോട്. 61ാമത്തെ ചോദ്യം, അത് ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. ക്യാൻസലാക്കിയ ചോദ്യമാണ് 61ാമത്തെ ചോദ്യം. 62ാമത്തെ ചോദ്യം നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്നു. തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. 63ാമത്തെ ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി. ഓപ്ഷൻ ബി, ചെവിയാണ്. 64ാമത്തെ ചോദ്യം, ഉമിനീരിൻ്റെ pH മൂല്യം 6.2 to 7.6 ആണ് കേട്ടോ. 6.2 to 7.6. 65ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്?
ഓപ്ഷൻ ഡി ആണ് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഓപ്ഷൻ ഡി അതിൽ പെടാത്ത കാര്യമാണ്, ആർദ്രം പദ്ധതിയിൽ പെടാത്ത കാര്യമാണ് ഓപ്ഷൻ ഡി കൊടുത്തേക്കുന്നത് കേട്ടോ. 66-ാമത്തെ ചോദ്യം നോക്കാം. 27-ാമത് സംസ്ഥാനത്ത് വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിൽ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിനം ഏതാണ്? KAU മനുരത്ന. ഓപ്ഷൻ സി ആണ് KAU മനുരത്ന. 67-ാമത്തെ ചോദ്യം. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. 68-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതാണ്? രൂപകുണ്ടാണ്. ഓപ്ഷൻ ബി രൂപകുണ്ട് കേട്ടോ. 69-ാമത്തെ ചോദ്യം. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. 70-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന് സൂചകങ്ങളായി കണക്കാക്കാം. വായു മലിനീകരണം കുറക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഇതിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 71-ാമത്തെ ചോദ്യം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്. 72-ാമത്തെ ചോദ്യം. അയിരുകളുടെയും ധാതുക്കളുടെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 73-ാമത്തെ ചോദ്യം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. സോഡിയം ആൽക്കലി ലോഹം, കാൽഷ്യം സംക്രമണലോഹം, അലുമിനിയം ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. ഇതിൽ 2ഉം 4ഉമാണ് പരസ്പര ബന്ധമില്ലാത്തത് കേട്ടോ. 2ഉം 4ഉം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 74-ാമത്തെ ചോദ്യം. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിനുള്ള അനുപാതം എത്രയാണ്? 1:8 ആണ് കേട്ടോ. 1:8. ഓപ്ഷൻ ബി ആണ് 1:8. 75-ാമത്തെ ചോദ്യം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 76-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ആണ് ഏത്? 20 ഹെർട്സ് കേട്ടോ. 20 ഹെർട്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രവൃത്തിയുടെ യൂണിറ്റ് നമുക്കറിയാം. ഓപ്ഷൻ എ ജൂളാണ്. 78-ാമത്തെ ചോദ്യം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണിത് സംവഹനം. 79-ാമത്തെ ചോദ്യം നോക്കാം. ഒരു വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം കേട്ടോ. ദോലനം. ഓപ്ഷൻ ബി ദോലനം. 80-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. കൊടുത്തിരിക്കുന്നതിൽ കൽക്കരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി കൽക്കരിയാണ് കറക്റ്റ്.